കഴിഞ്ഞ ദിവസം വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ നൈറ്റ് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് രാത്രി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാമല്ലോ, ഉത്സവപ്പറമ്പിൽ തിരക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോളൊക്കെ കാണും, പാർക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് പാർക്കിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു 7 പേര് അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, ആ 7 പേരെ എനിക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. അവർ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം, പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ അതിലൊരാൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വീഡിയോസ് കാണാറുണ്ട് എൻ്റെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സംശയങ്ങളൊക്കെ ചോദിച്ചു. എങ്ങനെയാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്, ഇതെവിടെ നിന്നാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ സംശയങ്ങൾ ചോദിച്ചു. ഞാൻ എന്തായാലും അവിടെ വെച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്തു നിന്ന് ഒരാൾ പറയുകയാണ്, സുഹൃത്ത് പറയുകയാണ്, ഇയാളെ അല്ലെങ്കിൽ ഇയാൾ പോലും അറിയാതെ ഹിപ്നോസിസിന് വിധേയമാക്കിയതിന് ശേഷം ഇവളുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ചോർത്തിയെടുക്കണം എന്ന് എന്നോട് പറയുകയാണ്. ചുമ്മാ തമാശയ്ക്ക് വെറുതെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് ഞാൻ വരാം, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം, അപ്പോൾ എല്ലാവരും ഹിപ്നോട്ടൈസ് ചെയ്യാം, ഓക്കെ. പക്ഷേ അവരിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഈ വ്യക്തിയെ ഇവള് പോലും അറിയാതെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇവളുടെ ഉപബോധത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആ സമയം നല്ല തിരക്കായതുകൊണ്ടും അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ആഴത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടും അവിടെ വെച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. എങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഒരു വ്യക്തിയുടെ അറിവും സമ്മതവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാക്കാൻ സാധിക്കൂ. ഇനി ഹിപ്നോസിസിന് വിധേയമാക്കാൻ സാധിച്ചു എങ്കിൽ തന്നെയും അയാളുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്കൊരു കാരണവശാലും പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അത്രമേൽ വിശ്വസ്തത ആ വ്യക്തിക്ക് തോന്നണം. അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത്, ഹിപ്നോട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരു ഉറപ്പ് വരുത്തണം. കോൺഷ്യസിന് ഒരു ഉറപ്പ് വേണം, ഇയാളോട് ഇന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് സൊല്യൂഷൻ കിട്ടും, ഈ വ്യക്തിയോട് ഇന്നത് പ്രവർത്തിച്ചാൽ എനിക്ക് അതിനുള്ള ഒരു പ്ലസ് പോയിന്റ് കിട്ടുമെന്ന് നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലായാൽ മാത്രമേ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസിലുള്ള കാര്യങ്ങൾ ആ വ്യക്തി പറയൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും പിടിതരില്ല, ഒരു കാരണവശാലും വിട്ടും തരില്ല. ഓക്കെ. അപ്പോൾ ഒരാളുടെ അറിവും സമ്മതവും ഇല്ലാതെ ഹിപ്നോസിസിന് വിധേയമാക്കാനോ ഹിപ്നോട്ടൈസ് ചെയ്യാനോ സാധിക്കില്ല. സാധിച്ചാൽ തന്നെയും സബ് കോൺഷ്യസിലുള്ള ഡാറ്റകൾ അവരുടെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും തരത്തുമില്ല. ഓക്കെ, ശരി, താങ്ക് യു.